എനിക്ക് അറിയില്ല. നന്നായി അവൻ അഭിനയിക്കാനാ. പിന്നെ നീ വന്നപ്പോ ഒരു മീൻ കൊണ്ടുവന്നില്ലേ? അത് ചുട്ടാ തല എനിക്ക്. ചുട്ടാ തല മാത്രം കിട്ടില്ലല്ലോ. വെട്ട് തല മാത്രം കിട്ടുമല്ലോ. എന്താ മച്ചാ വെട്ടല്ലേ? എന്തിനാടാ എന്നോട് ചോദിക്കുന്നത്? നീ തന്നെ എന്തെങ്കിലും ചെയ്ത് തോലയ്ക്ക്. എന്താമ്മേ കഴിച്ചില്ലേ? ഞാൻ കഴിച്ചു, നീ പോയി കഴിക്കി. ആരാടാ? സാർ ഞാൻ ഇവിടെയുണ്ട് സാർ. ആരാ അതെന്നാ ചോദിച്ചേ? എന്റെ അളിയനെ സാർ, ഒരു സഹായത്തിന് വേണ്ടി കൂടെ കൂട്ടിയതാ. സാറിപ്പോ വേണ്ടാന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞു വിട്ടേക്കാം. വേണ്ടെന്നാണോ? മരങ്ങോടാ എടാ മരങ്ങോടാ. ഈ സാറി ചെരുപ്പിട്ടാട്ടെ, അകത്തേക്ക് ഷൂസ് ഇട്ട് പോകണ്ട. എവിടെയെല്ലാം പോകുന്നു, എന്തെല്ലാം ചവിട്ടുന്നു. ഇവിടെ ഒരുപാട് കുട്ടികളില്ലേ. ഇവിടെ അവർക്ക് പ്രതിരോധശേഷി കുറവായതുകൊണ്ട് ഏതസുഖവും പെട്ടെന്ന് പിടിപെടും. ദയവേത് ചെരുപ്പ് മാറ്റിയിട്ടാട്ടെ. സോറി, നിന്നെ അപേക്ഷിച്ചും ബുദ്ധിശാലി. ഇവനെ ജോലിക്കെടുത്തു. എനിക്കെടുത്തുന്നോ? അയ്യോ സ്വന്തം മൊഴി കുത്തി. മോനെ, ഞാൻ എല്ലാ സിനിമയും കാണാറുണ്ട്. ലാലേട്ടൻ വഴക്കുണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്, മമ്മൂക്കയുടെ അഭിനയവും കണ്ടിട്ടുണ്ട്, രജനിയുടെ സ്റ്റൈലും കണ്ടിട്ടുണ്ട്, കമൽ പല വേഷങ്ങളിൽ തിളങ്ങുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒരേ സമയത്ത് നീ കാണിക്കുന്നുണ്ടല്ലോ, വളരെ അതിശയം തോന്നുന്നു. അതുകൊണ്ട് നീ ശുപാർശയില്ലാതെ തന്നെ അവാർഡ് വാങ്ങും. അവാർഡ് പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് അവൻ സ്റ്റൈല് മാറ്റിയോ? കണ്ട് ഞാൻ മിരികളിൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഇപ്പോഴെവിടെയാ? പ്രേം എവിടെ പോയി? അത് ശരി, ഇനി പറയൂ സാർ. ഇവിടെ ആരുമില്ല. അവനകത്ത് കടന്നു. ഓല്ലോ സാർ, പക്ഷെ കാണാൻ ഒരു ഇന്നസെന്റ് പയ്യനെ പോലുണ്ട്. അത് ആക്ടിങ്. താൻ തെറ്റിദ്ധരിക്കേണ്ട. അവന് ജഡ്ജിയോട് നല്ല ദേഷ്യമുണ്ട്. തീർച്ചയായും ജഡ്ജിനെ തക്ക സമയത്ത് കൊന്നിരിക്കും. അവൻ ജഡ്ജിനെ കൊല്ലുന്ന അടുത്ത സെക്കൻഡിൽ തന്റെ തോക്കെടുത്ത് താൻ അവനെ കൊല്ലണം. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ ഓർമ്മയുണ്ട് സാർ. ബട്ട് എന്താടോ ബട്ട്? ഞാൻ കുടുങ്ങരുതല്ലോ സാർ, കുടുംബമൊക്കെ ഇല്ലേ സാർ? വാട്ട് നോൺസെൻസ്, യു ആർ എ ബ്ലാക്ക് കാറ്റ് മാൻ. താൻ എങ്ങനെ കുടുങ്ങും? അവൻ ജഡ്ജിനെ കൊന്നിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കൊന്നു എന്ന് പറയണം. അതുകൂടാതെ ഗവൺമെന്റ് തനിക്ക് അവാർഡ് വരെ തരും. ഞാൻ റിവാർഡും തരും. ധൈര്യമായിരിക്കേ, ഞാൻ നോക്കിക്കൊള്ളാം. എന്താ ഇത്? രക്തോ? വന്നതും പണി തീർത്തോ? അയ്യോ, എച്ചിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുവാണോ? മീനാണോ വെട്ടുന്നേ? അയ്യോ, എടാ ഭാവി, പച്ചക്കറി കൂട്ടാൻ വെച്ചാ കണ്ടിട്ടുള്ളൂ, പക്ഷെ ആയുധം വെച്ച് ഇന്നാടാ കാണുന്നത് ഞാൻ. അതെ സാർ, സാർ ഒരു 2 days ഈ പ്രോഗ്രാം ഒന്ന് മാറ്റി വെക്കാവോ? എന്തിന്? എന്താന്ന് ചോദിച്ചാ ഇന്ന് ശനിയാഴ്ചയാ. അതുകൊണ്ട് ആത്മാവ് തനിയെ പോകാൻ മടി പിടിക്കും എന്നാ പറയാറ്. പേടിക്കണ്ട, നീ കൂട്ടുപോകണം. അതല്ല, സാവകാശം പകല് കൊല്ലാവല്ലോ. എന്താ ഇരുട്ടത്ത് വന്നാലെന്താ? ഇരുട്ടത്ത് വന്നാ ഇപ്പൊ ശാന്തമല്ലേ, ഇത് പൊട്ടുമ്പോ ഠംന്ന് കേക്കും. ദമ്മന്ന് കേക്കില്ല, സൈലൻസർ വെച്ചിട്ടുണ്ട്, ശബ്ദം വരില്ല. ശബ്ദം വരില്ലേ? ഇപ്പൊ നീ എനിക്ക് ജഡ്ജിന്റെ റൂമിലേക്കുള്ള വഴി കാണിക്കേ. ഞാൻ കാട്ടണോ? പിന്നെ ആര് കാണിക്കും? അതെ, ഇത്രയും പ്ലാനോടെ വന്നപ്പോ ഒരു മാപ്പും കൂടെ കൊണ്ടുവരാൻ പാടില്ല. നീയാടാ എന്റെ മാപ്പ്. അത് വേണോ? വിധിയുടെ വിളയാട്ടം. അത് പുറത്തേക്കുള്ള വഴിയാ. പുറത്തേക്കോ? നിന്റെ കൂടെ ചേർന്നതിന് ശേഷം ഈ വീട്ടിലുള്ള വഴിയൊക്കെ മറന്നുപോയി ഞാൻ. വാ നോക്കി നോക്കി പോകാം. അയ്യോ, കൈ പറിക്കുന്നുണ്ടല്ലോ. ചുമ്മാര് ഗ്രിപ്പിന് വേണ്ടിയാ. അതേ, നല്ലോണം ആലോചിച്ച് പറ. ജഡ്ജിന്റെ കഥ കഴിച്ചേ അടങ്ങുള്ളൂ. അങ്ങോട്ടുള്ള പടികൾ ഇതാണ് കേട്ടോ. ഈ വഴി അങ്ങനെ മുകളിലോട്ട് പോയാ അവസാനത്തെ റൂമാണ് ജഡ്ജിന്റെ റൂം. ഒരു മിനിറ്റ്, ആദ്യത്തെ റൂമിൽ മാത്രം മുട്ടരുത്. അവിടെ അമ്മ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് ഉറങ്ങുമായിരിക്കും.
അപ്പൊ പോയി തട്ടി ഉണർത്തി എണീപ്പിച്ചു എന്ന് വെച്ചു. അയ്യോ, അങ്ങനെ ബഹളം വെച്ച് എല്ലാരും ഉണർത്തും. ശരി, ഞാൻ വരുന്നവരെ ഇവിടെ തന്നെ നിൽക്ക്. മുരുക മുരുക എന്ന് വിളിച്ചോണ്ടിരിക്കേ. ഞാൻ തന്നെ പറയണോ? അയ്യോ അയ്യോ മുരുക, ഞാൻ പണ്ഡിത, അയ്യോ അർദ്ധരാത്രിയിൽ ആചാരെ പോലെ കവിത പറയിച്ചത്. എന്താ? അല്ല, ജഡ്ജിനെ കൊല്ലാൻ നീ മാത്രമേ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ നിന്റെ കൂടെ നിന്നെ. ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലോ നീ. എന്താണ് പറയുന്നത്? സത്യമാണോ പറയുന്നത്? നിന്നെ പോലെ നോക്കും കൊണ്ട് എടുത്തും വന്നിട്ടുണ്ട്. എവിടെ? അതവിടെ അവിടെ അവിടെ കണ്ടോ? അതവിടെ നിൽക്കുന്നത് കണ്ടോ? അയ്യോ, ടെറസിന്റെ മേലല്ല, എന്റെ മേലെയാണ്. ഡിസ്കണക്ട് ചെയ്യും. ആരെവനെ നോക്കട്ടെ. ഇങ്ങോട്ട് തിരി, ഇങ്ങോട്ട് തിരിയാൻ. അയ്യോ, ഇതെന്താ കറണ്ട് വന്ന? ആരായിട്ടത് സ്വിച്ച്? അയ്യോ ജഡ്ജ്, അയ്യോ ഞാനും അഭിനയിക്കേണ്ടി വരും. എല്ലാം അവിടെ ഒരു ശബ്ദം. എന്തു പറ്റി? ഏയ്, എന്തിനാ കരയുന്നേ? ഐഷു കാനഡയിൽ നിന്ന് ഫോൺ ചെയ്തു അങ്കിൾ. സിഗ്നൽ വീക്കായിരുന്നു. സിഗ്നൽ എവിടെ കിട്ടുമെന്ന് നോക്കി ഇങ്ങനെ ഫോൺ നീട്ടി പിടിച്ച് ടെറസിലേക്ക്. ബാക്കി ഞാൻ പറയാം സർ. ഇവര് ഫോൺ നീട്ടി പിടിച്ചിങ്ങനെ വന്നപ്പോ എന്റെ കണ്ണുകൾക്ക് കൊല്ലാൻ തോക്ക് നീട്ടി പിടിച്ച് വരുന്ന പോലെ തോന്നിയത്. ബാക്കി പറ. അപ്പൊ ഈ തുണി എന്റെ തലയെ കൂടി കണ്ണ് കാണാമെങ്കിൽ കൊലപാതകി സ്ട്രോങ് ആവുമെന്ന് വിചാരിച്ചു. അതാണ് സർ. പറ. പിന്നെ എന്നെ കെട്ടിപ്പിടിച്ച്. അയ്യോ, ഇവരല്ല സർ. കൊലപാതകിയെ കെട്ടിപ്പിടിക്കുന്നു വിചാരിച്ച് ഇവരെ പിടിച്ചുപോയി. ബാക്കി പിന്നെ പടിക്കെട്ടിന്ന് താഴേക്ക് രണ്ടുപേര് മോളിന്ന് ഉരുണ്ട് തല്ല് പിടിച്ച്. ലൈറ്റ് ഇട്ടതിന് ശേഷം എനിക്ക് ഗണ്ണ് ഫോണാണെന്നും അക്യൂസ്ഡ് ഇവരാണെന്നും അറിഞ്ഞത്. ആട്ടെ, രാത്രി 12 മണിക്ക് നിനക്ക് എന്താ ഫോണിൽ സംസാരിക്കാനുള്ളത്? അതും ഒരു വലിയ പെണ്ണ്. എപ്പോഴും ഇങ്ങനെ ഫോണിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? സെൽഫോണും ഇന്റർനെറ്റും നമ്മളെ വളർത്താനാ, നശിപ്പിക്കാനല്ല. മനസ്സിലായോ? ആ, പോയി കിടക്ക്. വാ. അല്ല നീ എവരിബഡി എല്ലാരും കൂടി ഇങ്ങോട്ട് തന്നെ സാർ. വാ. ഏയ്, അത് ശരി. സർ, മുകളിലേക്ക് വാ. അരെ ഇവനെയോ? ദാ വന്നു സർ. പെട്ടു നീ. ആരോ എന്ന് കരുതി നീ താരയെ പിടിച്ചത് തെറ്റല്ല. പക്ഷെ ഈ നേരത്ത് നീ എന്തിനു മുകളിൽ വന്നു? പോയിന്റ് പിടിച്ചു. മച്ച പറഞ്ഞോട്ടെ. എന്നോട് ചോദിക്കുന്ന എന്തിനാടാ? പറയടാ. മച്ചാനാ പറഞ്ഞു വിട്ടെ. എന്തിന് അങ്ങനെ ചോദിക്ക്. അത് പിന്നെ സാറ് കുടിച്ച് ബാക്കി വെച്ച വൈൻ ബോട്ടിൽ മുകളിൽ ഫ്രിഡ്ജിലുണ്ടാവും. അത് സാററിയാതെ എടുത്തിട്ട് വരാം മച്ചാൻ പറഞ്ഞിട്ടാ വന്നത്. ഞാന് അതിനാ വന്നേ പിടിച്ചു. അങ്ങനെ. ഏയ് മണ്ട, മച്ചാ നിങ്ങളെ സാർ, മടയാനല്ലേ നീ? സാർ. കുടിക്കുന്നത് തെറ്റല്ല, പക്ഷേ സ്വന്തം കാശ് കൊണ്ട് വാങ്ങി കുടിക്കണം. നിന്നെ അപേക്ഷിച്ച് ഇവൻ ബുദ്ധിശാലിയാ. ഇനി മുതല് അവൻ പറയുന്നത് നീ കേൾക്കണം. പോ, പോ. തല ചുട്ടോടോ? അയ്യോ, ഇതുവരെ ഇല്ല. നാളെ ചുടുവോ? തീർച്ചയായും. ചുട്ടാൽ തല എനിക്ക്. ആ. അതെ, ജഡ്ജിന്റെ തല ഇയാൾക്ക് എന്തിനാടാ? അയാളെ മീനെ പറ്റിയാടാ പറഞ്ഞ മണ്ട. അയ്യോ കൊന്നല്ലോ മഹാപാപികളെ. എടാ, അവിടെ അയാളെ കൊന്ന് ഡെഡ് ബോഡി ആക്കിട്ട് ഇവിടെ സ്വന്തം ബോഡി ഡെവലപ്പ് ചെയ്യാ. ബാനർജി വരുന്നമ്മേ, വരുന്നു. മഹാപാപി അവനെ ദാരുണമായി കൊന്നല്ലോ. അയ്യോ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ അമ്മേ. ദേവി സരസ്വതി, എനിക്കിത് വേണ്ടി യാതൊരു ബന്ധമില്ലേ. അല്ലേ ഈ കുടുക്കല്ലേ. എന്താമേ, നന്നായിട്ട് ഓടുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇരുന്ന് കരയുന്നത്? അവൻ ഓടുന്നതിന് ഞാൻ എന്തിനാടാ കരയുന്നേ? വേറെ എന്തിനാ?
നായടാ. ആ നായ നന്ദിയുള്ള നായ. ആ നായി അല്ലത്, അവിടെ നോക്ക്. ഈ നായോ? ഈ നായൊന്നും ഇവൻ കൊന്നില്ലല്ലോ. ഞാൻ ടെറസിൽ യോഗ ചെയ്യായിരുന്നു. ഇവനാ പാല് കൊടുത്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ വെട്ടിയിട്ട പോലെ ചത്തു കിടക്കുന്നു. ചത്തതല്ലേ, പാല് പിടിച്ച് ഉറങ്ങുക. കണ്ടില്ലേ ശ്വാസം പിടുത്തേ? ഞാൻ പറഞ്ഞില്ലേ ഇവൻ വളരെ നല്ലവനാ. അതൊന്നുമില്ലമ്മേ, രാത്രി മുഴുവൻ കുരച്ചോണ്ടിരുന്നില്ലേ, അതുകൊണ്ട് കുറച്ച് ജിഗിരിതന്ത ദൂത് കൊടുത്താ. അതിനുവോ? ജിഗിരിതന്റെ ദൂതോ? അതെന്താ? തൊണ്ടവേദന മാറാൻ കുരുമുളകും ജീരവും കലർന്ന പാല്. വെരി ഗുഡ്. നീ നന്നായി വരും. ഇവൻ ഈ വീട്ടിൽ നിന്നാലും ഇല്ലേലും നീ ഇവിടെ വേണം. അപ്പോഴേ ഈ വീട് സുരക്ഷിതാവൂ. ശരി. എങ്ങനെയൊക്കെയോ മാറ്റർ വർക്കൗട്ട് ആക്കുക. ജഡ്ജിന് മുമ്പ് എന്നെ കൊല്ലുവോ നീ? എക്സ്ക്യൂസ് മീ, ഒരു ചെറിയ ക്വസ്റ്റ്യൻ. അന്ന് എനിക്ക് ജിഗിരിതന്ത തന്നതിനൊരു കാരണമുണ്ട്. ഇന്ന് നായ്ക്ക് എന്തിനാ ജിഗിരിതന്ത കൊടുത്തത്? എന്റെ തോക്കതിനെ വീണ് കിട്ടി, എടുക്കാൻ ചെന്നപ്പോ കുറച്ചു. നിന്നെ പറ്റിച്ചോലെ അതിനെ പറ്റിച്ചു. ഓ, ചുട്ടാ തല എനിക്ക്. ആദ്യം നീ ഇവനെ കൊല്ലുക, അവന്റെ തല എനിക്ക് വേണം. അവൻ വരുന്നു. അതിനോട് തിരിച്ചു വന്നോ? എങ്ങോ പോയി എന്താ ഇങ്ങനെ ഓടി നടക്കുന്ന ഭൂകമ്പം വന്ന മാതിരി? എവിടെയെങ്കിലും ഒളിച്ചു വെക്കണം. എന്തിനാ? ആ ഫോറിൻ ഗുരു തിരിച്ചു വന്നു. ഒന്നും ബാക്കി വെക്കാൻ എല്ലാം തിന്നു തീർക്കും. ഫോറിൻ ഗുരു തിരിച്ചു വന്നോ? ജർമ്മനി പോയി വന്നതിന് ശേഷം നീ നന്നായി പാടാൻ പഠിച്ചു കുട്ടപ്പ. എന്റെ പേര് കുട്ടപ്പനെന്നല്ല, ഇളയമാൻ. അതെന്താടാ ഇളയമാൻ? പേടമാൻ പുള്ളിമാൻ പോലെ. ഇളയരാജയിൽ നിന്ന് ഇളയെ പറിച്ച് റഹ്മാനിൽ നിന്ന് മാനെ ഓടിച്ചോണ്ട് വന്ന് രണ്ടും ചേർത്ത് ഇളയ മാനാക്കി. അലിയ, പേര് മാറ്റിട്ട് കാര്യമില്ല. ഞാൻ വന്നില്ലേ, ഇനി ട്യൂൺ മാറ്റ്. ആ